നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൻ്റെ കണ്ണും കാതും ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിലേക്കും അവിടെ നിന്നും പുറത്തു വരാനിരിക്കുന്ന ജനവിധിയിലേക്കുമാണ് നീളുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കാൻ കേവലം ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ PV അൻവർ നടത്തിയ രാഷ്ട്രീയ പ്രവചനങ്ങൾ കേരളത്തിലുടനീളം വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധർമ്മടത്ത് ഇത്തവണ അപ്രതീക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറികളോ വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയോ ഉണ്ടാകുമെന്നാണ് അൻവർ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഭൂരിപക്ഷം 10,000-ൽ താഴെയായിട്ട് ചുരുങ്ങുമെന്നും അങ്ങനെയുണ്ടായാൽ അത് രാഷ്ട്രീയമായി ഒരു തോൽവിക്ക് തുല്യമായിരിക്കുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സർക്കാരിനെതിരെ അൻവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പടലപ്പിണക്കങ്ങളും വെളിപ്പെടുത്തലുകളുമൊക്കെ തന്നെ ഈ ഒരു പ്രവചനത്തിന് പിന്നിലുണ്ട് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ നോക്കിക്കാണുന്നത്. ധർമ്മടത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ 50,000-ലധികം വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ലെന്നും ചുവപ്പ് കോട്ടകളിലൊക്കെ തന്നെ നിശബ്ദമായ ഒരു വിപ്ലവം നടന്നിട്ടുണ്ടെന്നുമാണ് അൻവർ അവകാശപ്പെടുന്നത്. ജനങ്ങൾ പരസ്യമായിട്ട് പ്രതികരിക്കാത്തത് അവരുടെ ഉള്ളിലെ പ്രതിഷേധം മൂലമാണെന്നും പോളിംഗ് ബൂത്തുകളിൽ അവർ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ഭരണകൂടത്തിൻ്റെ ശൈലിയോടുള്ള വിയോജിപ്പും വോട്ടർമാരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേവലമായ വിജയം പോരെന്നും മറിച്ച് ജനപിന്തുണ തെളിയിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം അവിടെ അനിവാര്യമാണെന്നും അൻവർ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഓരോ റൗണ്ടിലും UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെയൊക്കെ തന്നെ വർധനവ് ഇടതുപക്ഷത്തിന് വലിയ ആശങ്കയുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും അൻവർ നേരത്തെ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ധർമ്മടത്തെ വോട്ടർമാരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ഭരണ സംവിധാനത്തിലെ അഴിമതിക്കെതിരെയും ഒക്കെ തന്നെ അൻവർ നടത്തിയ പോരാട്ടം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നതാണ് ഇവിടെ അറിയാനുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ചില രാഷ്ട്രീയ അതൃപ്തികളും ഇവിടെ വോട്ടായിട്ട് മാറിയാൽ അത് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ വോട്ടർമാർ അവർ ഇത്തവണ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പിണറായി വിജയൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ ഭാവി. ഒരു നേതാവിൻ്റെ കരുത്ത് അളക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ വലിപ്പം നോക്കിയാണെന്ന ജനാധിപത്യ തത്വം അൻവർ ഇവിടെ ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. അൻവറിൻ്റെ ഈ കടുത്ത പ്രവചനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന നിലപാടാണ് CPM നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ധർമ്മടം എന്നാൽ വെറുമൊരു മണ്ഡലമല്ലെന്നും അത് പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള ജനങ്ങളുടെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമാണെന്നും പാർട്ടി ഇവിടെ അവകാശപ്പെടുന്നു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും കിഫ്ബി വഴിയുള്ള വലിയ മാറ്റങ്ങളും വോട്ടർമാർ മറക്കില്ലെന്നും അൻവറിൻ്റേത് വെറും മാധ്യമ ശ്രദ്ധ നേടാനുള്ള വില കുറഞ്ഞ ഒരു തന്ത്രം മാത്രമാണെന്നും CPM ഇവിടെ ആരോപിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ഇത്തരം ആരോപണങ്ങൾ വെറും മഞ്ഞുമല പോലെ ഉരുകിപ്പോകുമെന്നാണ് അണികളുടെയും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ തന്നെ വിശ്വാസം. എങ്കിൽ തന്നെയും രാഷ്ട്രീയ എതിരാളികൾ അൻവറിൻ്റെ വാക്കുകളെ ഏറ്റെടുത്ത് പ്രചരണ ആയുധമാക്കിയതോടുകൂടി ഇടത് ക്യാമ്പുകളിലൊക്കെ തന്നെ ഒരു ചെറിയ അസ്വസ്ഥതയെങ്കിലും പുകയുന്നുണ്ടോ എന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളം വീണ്ടും ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഭരണമാറ്റം വേണോ എന്ന് തീരുമാനിക്കുന്ന ഈ നിർണായക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ധർമ്മടത്തെ കണക്കുകൾക്ക് പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു ഭരണാധികാരി വീണ്ടും ജനവിധി തേടുമ്പോൾ അദ്ദേഹം നേരിടുന്ന സ്വാഭാവികമായ ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കാൻ തീർച്ചയായിട്ടും പിണറായി വിജയന് സാധിക്കുമോ എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം. അൻവർ പ്രവചിക്കുന്നത് പോലെ ഭൂരിപക്ഷം അത് 10,000-ലേക്ക് താഴ്ന്നാൽ തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വത്തിന് വലിയ ഒരു തിരിച്ചടിയായി മാറും. അത് പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കുറയാനായിട്ട് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മറിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ലഭിക്കുന്നതെങ്കിൽ അത് അൻവറിനും മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്കും ലഭിക്കുന്ന വലിയൊരു പ്രഹരമായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും നാളെ കേരളം ഉണരുന്നത് ഈ ആകാംക്ഷയിലേക്കാണ്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുന്നതായിരിക്കും. ഭരണ തുടർച്ച എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ അതോ അൻവറിൻ്റെ പ്രവചനങ്ങൾ ഫലിച്ച് ഭരണത്തലവൻ്റെ കോട്ടയിൽ വിള്ളൽ വീഴുമോ എന്ന് നാളത്തെ പകലോടെ വ്യക്തമാകുന്നതാണ്. ജനഹിതത്തിന് മുന്നിൽ പ്രവചനങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും പ്രസക്തി നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നാം പലപ്പോഴും കാണാറുള്ളത്. പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ കരുത്ത് ഇനി നിലനിർത്തുമോ അതോ അൻവർ ഉയർത്തിയ ഈ വെല്ലുവിളികളൊക്കെ തന്നെ ഫലം കാണുമോ എന്നറിയാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കൂടി കാത്തിരുന്നാൽ മതി. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അധ്യായത്തിനാകും
നാളെ വോട്ടെണ്ണൽ ദിനം സാക്ഷ്യം വഹിക്കുക.